അസ്സലാമു അലൈക്കും. സർവശക്തനായ അള്ളാഹുവിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 99 സുന്ദരനാമങ്ങൾ. ഓരോ ഇസ്മിനെയും ആഴത്തിൽ പഠിക്കുന്തോറും അറിയുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏക ഇലാഹായ തമ്പുരാൻ എത്ര കഴിവുണ്ടെന്നും അവിടത്തെ ശക്തി എത്ര വലുതാണെന്നും. തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെ സൂചിപ്പിക്കുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഇസ്മ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹൈറായ മാർഗത്തിൽ ഉപയോഗിക്കേണ്ടതെന്നും ഈ ഇസ്മ് ചൊല്ലി നമ്മുടെ ആഗ്രഹം എങ്ങനെ നേടിയെടുക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. യാ ഖഹാർ, യാ അല്ലാഹ്, സർവരെയും കീഴടക്കുന്നവൻ, അമർച്ച ചെയ്യുന്നവൻ, അടക്കി ഭരിക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇനി ഈ ഇസ്മ് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മുടെ ജീവിതം നശിച്ചു കാണണം, നമ്മുടെ സന്തോഷം ഇല്ലാതാകണം, നമ്മളെ പരാജയപ്പെടുത്തണം, നമ്മൾ തളർന്നു കാണണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ നല്ലതായ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും വിജയവും ഉയർച്ചയും ആരെങ്കിലും അസൂയയോടെയും ദേഷ്യത്തോടെയും നോക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ആളുകളെയും ശത്രുക്കളെയും ഇല്ലാതാക്കാൻ ഈ ഇസ്മ് ചൊല്ലുന്നത് നല്ലതാണ്. ഇത് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. പലരുടെയും ജീവിതത്തിൽ ഉയർന്ന ജോലിക്കും വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും തടസ്സമായി ആരെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് സന്തോഷമായി മുന്നോട്ട് പോകുന്ന ഭാര്യ ഭർത്താവിനിടയിലും കുടുംബങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ടാകും. ഈ ഇസ്മ് ചൊല്ലുന്നവൻ്റെ അടുത്താണ് സത്യവും ന്യായവുമെങ്കിൽ തെറ്റ് ചെയ്ത ആളുകളെ കീഴടക്കുകയും അവർക്ക് ശിക്ഷ നൽകുന്നതുമാണ്. നമ്മളിലോ നമ്മുടെ വീട്ടിലുള്ള പൈശാചിക ശല്യം ഒഴിവാക്കാനും കണ്ണേറ് സിഹറിൽ നിന്ന് രക്ഷ കിട്ടാനും ഈ ഇസ്മ് ചൊല്ലിയാൽ മതി. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ ഈ ഇസ്മ് ചൊല്ലിയാൽ മതി. ആരെങ്കിലും പള്ളിയിലോ വീട്ടിലോ ഇരുന്ന് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി യാ ഖഹാർ, യാ അല്ലാഹ് എന്ന ഇസ്മ് 100 വട്ടം ചൊല്ലിയാൽ അവൻ എന്തുദ്ദേശിച്ചാണോ ഈ നാമം ചൊല്ലിയത് അതവന് നേടാനാവും. ജീവിതത്തിൽ സന്തോഷവും വിജയവും ആഗ്രഹിക്കുന്നവർക്ക് അതിന് തടസ്സമായി നിൽക്കുന്നവരെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഇസ്മാണിത്. ഈ ഇസ്മിനെ പതിവാക്കുന്നവനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും പതിവാക്കണം. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.